അങ്ങനെ JBL ഭാഗത്ത് നിന്ന് നമ്മൾക്കൊരു സർപ്രൈസ് ബോക്സ് വന്നിരിക്കുകയാണ്. 1 2 3 സോ 3 യൂണീക്ക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് JBL നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ഒന്നൊന്നായി നമ്മൾക്ക് നോക്കാം. ഇതാണ് JBLന്റെ ട്യൂൺ ബഡ്സ്. സോ നമുക്ക് ബോക്സ് പൊട്ടിക്കാം. ഓക്കെ, വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ്, പ്ലസ് അവർ സസ്റ്റൈനബിൾ പാക്കേജിംഗ് ആണ് എന്ന് പറയുന്നു. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഇങ്ക് ഒക്കെ സോയ് ബേസ്ഡ് ഇങ്ക് ആണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തായാലും ബോക്സിനകത്ത് നമുക്ക് 2 കമ്പാർട്ട്മെന്റ്സ് ആയിട്ടാണ് പ്രോഡക്ട്സ് കിട്ടുന്നത്. ഈ ഒരു കമ്പാർട്ട്മെന്റിൽ നമുക്ക് JBLന്റെ 2 TWS ഉണ്ട്, സൈഡിലായിട്ട് എക്സ്ട്രാ ഇയർ ടിപ്സും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ JBLന്റെ TWSന്റെ കേസ് വരുന്നത്. ഒരു പ്ലാസ്റ്റിക് അല്ല, ഒരു പേപ്പർ റാപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് JBLന്റെ ഓറഞ്ച് കളറിലെ കേബിളും കൊടുത്തിട്ടുണ്ട്. സോ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, യൂസർ മാനുവൽ, സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ, കുറച്ച് പേപ്പർ വർക്ക്സ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ JBL ട്യൂൺ ബഡ്സിന്റെ ബോക്സിനകത്തുള്ളത്. നിങ്ങളൊരു ബഡ്സ് ടൈപ്പ് TWS ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് JBLന്റെ ട്യൂൺ ബഡ്സ്. ഇത്തരത്തിലുള്ള കുഞ്ഞൻ ബഡ്സ് ഷേപ്പിലാണ് ഈ പ്രൊഡക്റ്റ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ചെവിയിൽ വെക്കാം, വളരെയധികം കംഫർട്ടബിൾ ആണ്. 10 മില്ലിമീറ്ററിന്റെ ഡ്രൈവർ സൈസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാലോ JBL എന്ന് പറയുന്ന ഏകദേശം 75 വർഷത്തോളം ഓഡിയോന്റെ ആ ഒരു ഫീൽഡിലുണ്ട്. ആൻഡ് അവരുടെ ആ ഒരു എക്സ്പീരിയൻസും ഈ ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ സൗണ്ട് കേൾക്കുമ്പോൾ ആ ഒരു ക്വാളിറ്റിയിൽ മനസ്സിലാവുന്നുണ്ട്. JBL പറയുന്ന അവരുടെ JBL പ്യുവർ ബേസ് സൗണ്ട് ഇതിനകത്തുണ്ട് എന്നാണ്. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. നല്ല പഞ്ചി ആയിട്ടുള്ള ബേസ് ഉണ്ട്, നല്ല ട്രബിൾ ഉണ്ട്, മിഡ്സും അത്യാവശ്യം നല്ലതാണ്. സോ ഓവറോൾ ഒരു ടോട്ടൽ എന്താ പറയുക, ഒരു ഫുൾ എക്സ്പീരിയൻസിലേക്ക് ഫുൾ സൗണ്ട് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ഈ ബഡ്സിന്റെ ഷേപ്പ് ശ്രദ്ധിച്ച് ഒരു യുണീക്ക് ആയിട്ടുള്ള ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് വെക്കുന്ന സമയത്ത് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ഈ പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിനകത്ത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട് എന്നുള്ളതാണ്. വളരെ നല്ല രീതിയിൽ നോയ്സ് നമുക്ക് ക്യാൻസൽ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇതിനകത്ത് ആംബിയന്റ് അവെയർ മോഡും കൂടിയുണ്ട്. ആംബിയന്റ് അവെയർ മോഡ് ഓണാക്കി കഴിഞ്ഞാൽ പുറത്തുള്ള കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് ആരെങ്കിലും ഇപ്പോൾ നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ ഇയർഫോൺ ഊരിയിട്ട് എന്ന് പറഞ്ഞ് ചോദിക്കേണ്ട, ഇയർഫോൺ വെച്ചുകൊണ്ട് ആംബിയന്റ് അവെയർ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് പറ്റും. അതുപോലെ കോളുകൾ അധികം ചെയ്യുന്നവരാണെങ്കിൽ ഇതിനകത്ത് ടോക്ക് ത്രൂ മോഡ് ഉണ്ട്. അതായത് കോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇയർഫോണിന്റെ മൈക്രോഫോൺ നമ്മുടെ സൗണ്ട് ക്യാപ്ചർ ചെയ്യില്ലേ, അത് എത്രത്തോളം ആണ് എന്ന് ലൈവായിട്ട് നമ്മൾക്കും കേൾക്കാനായിട്ട് പറ്റും. അതായത് കോൾ ചെയ്യുമ്പോൾ ആ ഒരു എൻഡിൽ ആൾ എങ്ങനെയാണ് കേൾക്കുന്നത് എന്നുള്ളത് ലൈവായിട്ട് നമ്മൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ടോക്ക് ത്രൂ മോഡ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് JBLന്റെ ആപ്ലിക്കേഷൻ വഴി കൺട്രോൾ ചെയ്യാം. ആൻഡ്രോയിഡിലും ഉണ്ട്, iOSലും ഉണ്ട്. ജസ്റ്റ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടനവധി TWSലെ കൺട്രോൾസ് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആപ്ലിക്കേഷൻ ത്രൂ നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ആംബിയൻ മോഡ്, ട്രാൻസ്പെറൻസി മോഡ് ഇതൊക്കെ ഓണാക്കാം, ഇക്വലൈസർ ചേഞ്ച് ചെയ്യാം, ബാറ്ററി കാണാം എന്നിങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ട്. ആപ്പ് ഡെഫിനറ്റ്ലി ഇൻസ്റ്റാൾ ചെയ്യാം. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യാട്ടോ, ഈ ഒരു പ്രൊഡക്റ്റിൽ അവർ ക്ലെയിം ചെയ്യുന്ന ബാറ്ററി ലൈഫ്, ഒരൊറ്റ ഫുൾ ചാർജിൽ ഇയർബഡ്സിൽ മാത്രം നിങ്ങൾക്ക് 12 മണിക്കൂറിന്റെ ഒരു പ്ലേ ബാക്ക് ടൈം കിട്ടുന്നുണ്ട്. കേസിൽ 36 മണിക്കൂറിന്റെ പ്ലേ ബാക്ക് ടൈം. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് ഏകദേശം 48 മണിക്കൂറിന്റെ ടോട്ടൽ പ്ലേ ബാക്ക് ടൈം തരാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു TWSന്. പിന്നെ ക്വിക്ക് ചാർജ് പരിപാടി ഉണ്ട്. 15 മിനിറ്റ് ചാർജ് ചെയ്താൽ 4 മണിക്കൂറിന്റെ ഒരു പ്ലേ ബാക്ക് ടൈം. പിന്നെ ബ്ലൂടൂത്ത് വെർഷൻ നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് 5.3 വെർഷനാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, അവരുടെ വെബ്സൈറ്റിൽ ഇതിനകത്ത് LE ഓഡിയോയുടെ സപ്പോർട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നത്. വരുമ്പോൾ OTA അപ്ഡേറ്റ് വഴി നിങ്ങൾക്ക് ഇതിനകത്ത് LE ഓഡിയോ, അഥവാ ബ്ലൂടൂത്ത് ലോ എനർജി ഇല്ലേ, അതിൽ കൂടെ ഓഡിയോ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കാര്യം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാറ്ററി ലൈഫ് ഇംപ്രൂവ് ചെയ്യും, എന്നാൽ നമുക്ക് കുറച്ച് നല്ല ക്വാളിറ്റിയിൽ ഓഡിയോ ആസ്വദിക്കാനായിട്ടും പറ്റും. പക്ഷെ അതിപ്പോൾ ഇല്ല, അപ്ഡേറ്റ് വഴിയായിരിക്കും വരുന്നതെന്ന് പറയുന്നത്. പിന്നെ കോളിംഗ് ചെയ്യുന്നവരാണെങ്കിൽ ഇതിനകത്ത് 4 മൈക്രോഫോൺസ് കൊടുത്തിട്ടുണ്ട്. ക്വാഡ് മൈക്ക് അഥവാ 4 മൈക്ക് ടെക്നോളജി എന്ന് പറയുന്നു. മുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ മൈക്രോഫോൺ കാണാനായിട്ട് പറ്റും, താഴെയായിട്ട് നിങ്ങൾക്ക് മൈക്രോഫോൺ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിലും അതേപോലെ 1, 2 അങ്ങനെ 4 മൈക്ക് ടോട്ടലി നമുക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് JBL ട്യൂൺ ബഡ്സിന്റെ മൈക്രോഫോൺസിലൂടെയാണ്. സോ ഏകദേശം ഇത്തരത്തിലുള്ള ഒരു കോൾ ക്വാളിറ്റി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മൈക്രോഫോൺ ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. കൂടാതെ ഈ ഒരു JBL എന്നിരിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ടച്ച് കൺട്രോൾസും ലഭിക്കുന്നുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി JBLന്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രീമിയം ഇയർഫോൺസ് എന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അതിലൊന്നാണ് മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി. അതായത് നിങ്ങളിപ്പോൾ ലാപ്ടോപ്പും ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലാപ്ടോപ്പിൽ നിങ്ങൾ എന്തെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കോൾ വരുമ്പോൾ ഇയർഫോൺ എടുത്ത് ഫോണിൽ കണക്ട് ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ആവും. അങ്ങനത്തെ മൾട്ടി പോയിന്റ് കണക്ഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. കൂടാതെ ജിമ്മിൽ പോകുന്നവരെ, ജോഗിങ് ചെയ്യുന്നവരെ IP54 റേറ്റഡ് ആണ്. ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്.
അടുത്തതായി JBL ട്യൂൺ ബീം. സോ ഇതും നമ്മൾക്ക് പൊട്ടിക്കാം. ഇതും ഏകദേശം സിമിലർ ആയിട്ടുള്ള പാക്കേജിങ്ങിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് പ്രോഡക്റ്റ് നമ്മൾ പുറത്തെടുക്കുന്ന സമയത്ത് ഈ ഒരു കമ്പാർട്ട്മെന്റിലായിട്ട് നമുക്ക് ബോക്സ് ഉണ്ട്. ഇതൊരു വെള്ള കളറിലെ പ്രോഡക്റ്റ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് പേപ്പർ പാക്കേജിംഗ് ആണ്, പ്ലാസ്റ്റിക് ഒന്നുമില്ല, സസ്റ്റൈനബിൾ പാക്കേജിംഗ്. ആൻഡ് ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഇയർബഡ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്, പ്ലസ് എക്സ്ട്രാ ആയിട്ട് ഇയർ ടിപ്സും തന്നിട്ടുണ്ട്. ആൻഡ് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ട്യൂൺ ബഡ്സിലെ പോലെ തന്നെ ബീമിനകത്ത് നമുക്കൊരു ബോക്സിനകത്ത് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, ആ ഒരു ഓറഞ്ച് കളർ കേബിൾ, സകലമാന ആ ഒരു ഡോക്യുമെന്റേഷൻസ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. കാരണം ഈ പ്രോഡക്റ്റ് ഇല്ലേ, JBL തന്നെ ട്യൂൺ ബീം എന്ന് പറയുന്ന ഈ ഒരു വെള്ള കളർ TWS, ഈ ട്യൂൺ ബീമും ട്യൂൺ ബഡ്സും തമ്മിൽ കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല. ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ട്യൂൺ ബീം എന്ന് പറയുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് 6 മില്ലിമീറ്ററിൻ്റെ ഡ്രൈവറാണ് വരുന്നത്. എന്നാൽ ട്യൂൺ ബഡ്സിനകത്ത് നിങ്ങൾക്ക് 10 മില്ലിമീറ്ററിൻ്റെ ഡ്രൈവർ വരുന്നുണ്ട്. ശരിയാണ്, ഡ്രൈവർ സൈസ് മാറുമ്പോൾ ഓഡിയോയുടെ സിഗ്നേച്ചറിലും നമുക്ക് വ്യത്യാസം വരുന്നുണ്ട്. ആൻഡ് ഇതിനകത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ബഡ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബീമിൽ കുറച്ച് കൂടി ട്രെബിൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലും ആ ഒരു JBL പ്യുവർ ബേസ് സൗണ്ട് തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ട്രെബിൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇച്ചിരി കൂടുതൽ ട്രെബിൾ ഇതിനകത്തുണ്ട്. ബേസിക്കലി ഇത് സ്റ്റെം ടൈപ്പ് TWS വേണമെന്ന് നോക്കി നടക്കുന്നവർക്കാണ്. ആൻഡ് ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം ടു സെയിം ആണ്. നോയ്സ് ക്യാൻസലേഷൻ ലഭിക്കുന്നുണ്ട്, ആംബിയൻ്റ് അവെയർ മോഡ് ലഭിക്കുന്നുണ്ട്, ടോക്ക് ത്രൂ ടെക്നോളജി ഉണ്ട്. അതേ 12 മണിക്കൂറിൻ്റെ ബാറ്ററി ലൈഫ് ഒറ്റ ചാർജിൽ ബഡ്സിലും, 36 മണിക്കൂറിൻ്റെ ബാറ്ററി ലൈഫ് ഈ ഒരു കേസിലും, ടോട്ടൽ 48 മണിക്കൂറിൻ്റെ ഒരു പ്ലേ ബാക്ക് ടൈം ലഭിക്കുന്നുണ്ട്. അതിൽ കണ്ട പോലെ തന്നെ 15 മിനിറ്റ് ചാർജ് ചെയ്താൽ 4 മണിക്കൂർ ബാറ്ററി ലൈഫ് നിൽക്കും. ബ്ലൂടൂത്ത് 5.3 ആണ്, LE ഓഡിയോയുടെ സപ്പോർട്ട് ഇതിനകത്ത് മോട്ടി അപ്ഡേറ്റ് വഴി വരും. മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി ഉണ്ട്, 4 മൈക്രോഫോൺസും ഉണ്ട്, JBL ആപ്ലിക്കേഷൻ്റെ സപ്പോർട്ട് ഇതിലും ഉണ്ട്. ഞാൻ പേഴ്സണലി ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റെം ടൈപ്പിലെ TWS ആണ്. സോ എന്നെ പോലെ സ്റ്റെം ടൈപ്പ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ് ഈ ഒരു JBL ട്യൂൺ ബീം. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ JBL ട്യൂൺ ബീം ഇയർഫോൺസിന്റെ മൈക്രോഫോൺസിലൂടെയാണ്. ഏകദേശം ഇത്തരത്തിലുള്ളൊരു മൈക്രോഫോൺ ക്വാളിറ്റി ആയിരിക്കും ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പിന്നെ ഈ TWSലൊക്കെ നമ്മൾ മോഡ് മാറ്റുന്ന സമയത്തുണ്ടല്ലോ, അത് പറഞ്ഞു തരും. അതായത് ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ, ആംബിയൻ്റ് അവെയർ എന്നിങ്ങനെ നമുക്ക് വോയിസ് പ്രോംസ് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഗൂഗിൾ അസിസ്റ്റന്റ് സപ്പോർട്ട് ഉണ്ട്, Amazon Alexa ബിൽറ്റ് ഇൻ ആയിട്ടുണ്ട്. സോ ഒരുവിധം എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും നമുക്ക് ഈ 2 TWSലും ലഭിക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി നമ്മുടെ കയ്യിലുള്ളത് JBL ട്യൂൺ 770 NC എന്ന് പറഞ്ഞ ഒരു ഹെഡ്ഫോൺസ് ആണ്, നോയ്സ് ക്യാൻസലിംഗ് ഹെഡ്ഫോൺസ്. ഓക്കെ, സോ ഇതും നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ പാക്കേജിങ് ലേശം ഡിഫറൻസ് ഉണ്ട്. കാർഡ്ബോർഡിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് നമുക്ക് JBL ഒരു പൗച്ച് കിട്ടുന്നുണ്ട്. പൗച്ചിനകത്താണ് നമ്മുടെ ഹെഡ്ഫോൺസ് അവർ വെച്ചിരിക്കുന്നത്. ആൻഡ് ഈ ഒരു കമ്പാർട്ട്മെൻറ്റിലായിട്ട് നമുക്കൊരു പേപ്പർ കവറിങ്ങിൽ ആ ഒരു ഓറഞ്ച് കളർ റിബൺ ഉണ്ട്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് ഓക്സ് കേബിൾ എക്സ്ട്രാ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ആൻഡ് കുറച്ച് പേപ്പർ വർക്ക്സ്, വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ. പക്ഷേ നിങ്ങൾക്ക് TWS അല്ല വേണ്ടത്, ഹെഡ്ഫോൺസ് ആണ് വേണ്ടത്, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, നല്ല ബാറ്ററി ലൈഫ് ഉള്ളതെങ്കിൽ ഇതാണ് നമ്മുടെ JBL ട്യൂൺ 770 NC. ഓവർ ഇയർ ഹെഡ്ഫോൺസ് ആണ്. വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇത്തരത്തിലിരിക്കും. ഇത് വെച്ചപ്പോൾ തന്നെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആയതുകൊണ്ട് ഒരുമാതിരി ചെവി അടഞ്ഞ പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. കിഡിലൻ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. സോ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേസിക്കലി കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു JBL പ്രീമിയം ഫീലും പ്രീമിയം ഫിനിഷും ലഭിക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതേ മറ്റതിൽ പോലെ എല്ലാത്തിനും ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. വോളിയം കൂട്ടാൻ, കുറയ്ക്കാൻ, പ്ലേ, പോസ്, നെക്സ്റ്റ് ആക്ക്, പ്രീവിയസ്, എന്തിന് നമ്മുടെ ആംബിയൻ്റ് അവെയർ, അതേപോലെ നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബട്ടൺ, LEDs ഉണ്ട്, പവർ ബട്ടൺ ഉണ്ട്, മൈക്രോഫോൺ ഉണ്ട്, ഒരു ഓക്സ് കേബിൾ കുത്താനുള്ള പോർട്ട് വരെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 40 മില്ലിമീറ്ററിൻ്റെ ഒരു ഡ്രൈവറാണ്. ആൻഡ് ഡെഫിനറ്റ്ലി 40 മില്ലിമീറ്റർ ഡ്രൈവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പാട്ടൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മൂവീസൊക്കെ കാണുമ്പോൾ ആ ഒരു ബേസ്, നല്ല തമ്പിങ് ആയിട്ടുള്ള ബേസ്, നല്ലൊരു ട്രബിൾസ്, റിച്ച് ആയിട്ടുള്ള മിക്സ്. അതായത് ടോട്ടലി ഓവറോൾ എന്താ പറയുക, ഈ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന ഹെഡ്ഫോൺസിന് എന്തൊക്കെയാണോ വേണ്ടത് ആ ഒരു പ്രീമിയം JBL സിഗ്നേച്ചർ അല്ലെങ്കിൽ പ്യുവർ ബേസ് സൗണ്ട് ഇതിനകത്തും ലഭിക്കുന്നുണ്ട്. ഇതിനകത്ത് അഡാപ്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. ഇത് പുറത്തുള്ള സൗണ്ട് എത്രയാണ് എന്നനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നോയ്സ് ക്യാൻസലേഷൻ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. അതിനായിട്ട് ഈ ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. പ്ലസ് ആംബിയൻ്റ് അവെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പുറത്തുനിന്ന് ആൾക്കാർ സംസാരിക്കുമ്പോൾ ഇയർഫോൺ അല്ലെങ്കിൽ ഹെഡ്ഫോൺ ഊരാതെ തന്നെ സംസാരിക്കാൻ പറ്റുന്ന ഒരു ആംബിയൻ്റ് അവെയർ മോഡ്, ടോക്ക് ത്രൂ മോഡ്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് JBL ആപ്ലിക്കേഷനകത്ത് പറ്റും. പിന്നെ ഇതിൻ്റെ സൗണ്ട് സിഗ്നേച്ചറും JBL ആപ്ലിക്കേഷനകത്ത് മാറ്റാനായിട്ട് പറ്റുന്നുണ്ട്. EQ നിങ്ങൾക്ക് കൂട്ടണം, കുറയ്ക്കണം, ബേസ് കൂടുതൽ വേണം, ട്രിബിൾ കൂടുതൽ വേണം, ഈ ഒരു കാര്യങ്ങളെല്ലാം കസ്റ്റമൈസ് ചെയ്തൊരു പേഴ്സണലൈസ്ഡ് ഓഡിയോ ഈ ഒരു കാര്യത്തിൽ ആപ്പിൻ്റെ സഹായത്തോടുകൂടി ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്തുള്ള ആംബിയൻ്റ് മോഡ് ആക്ച്വലി സ്മാർട്ട് ആംബിയൻ്റ് മോഡാണ്. പ്ലസ് ഒരു ഫുൾ ചാർജിൽ നിങ്ങൾക്ക് 70 മണിക്കൂറിന് പ്ലേ ബാക്ക് ടൈം കിട്ടും. നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ആണെങ്കിൽ, നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആണെങ്കിൽ 44 മണിക്കൂറിന് ഒരു പ്ലേ ബാക്ക് ടൈം ലഭിക്കും. ഇതിനകത്തും നിങ്ങൾക്ക് ബ്ലൂടൂത്ത് 5.3 വെർഷൻ ആണ്, LE ഓഡിയോയുടെ സപ്പോർട്ട് അപ്ഡേറ്റ് വഴി വരുന്നുണ്ട്.
പിന്നെ ഒന്നിലധികം ഡിവൈസിൽ അറ്റ് എ ടൈം കണക്ട് ചെയ്യാൻ പറ്റും. മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി ഉണ്ട്. ഗൂഗിളിൻ്റെ ഫാസ്റ്റ് പെയർ ടെക്നോളജി ഉണ്ട്. ഞാൻ എൻ്റെ ഫിറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. കുറേ നേരം ഞാൻ ആക്ച്വലി ഒരു ഫുൾ ഫിലിം ഇത് വെച്ച് കണ്ടു കഴിഞ്ഞിട്ടും ഈ ഒരു സാധനം ചെവിയിലുണ്ട് എന്നുള്ളൊരു എന്താ പറയുക, ഒരു സാധാരണ ഹെഡ്ഫോൺസ് നമ്മൾ വയ്ക്കുമ്പോൾ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ടൊരു വേദന വരും. പ്രത്യേകിച്ചും സ്പെക്സ് വെക്കുന്നവർ ആ ഒരു വേദന എനിക്കിത് ഫീൽ ചെയ്തില്ല. റിയലി കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നത് JBL Tune 770 NCയിലെ മൈക്രോഫോൺസിലൂടെയാണ്. സോ ഏകദേശം ഇത്തരത്തിലുള്ള ഒരു മൈക്രോഫോൺ അല്ലെങ്കിൽ കോൾ ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്നും ലഭിക്കുന്നത്. ഇനി നമുക്ക് 3 പ്രൊഡക്റ്റുകളുടെയും പ്രൈസുകളിലേക്ക് വരാം. ട്യൂൺ ബഡ്സിന് 5,999 റുപ്പീസാണ്. എന്നാൽ ട്യൂൺ ബീമിനും ട്യൂൺ 770 NCക്കും 6,999 റുപ്പീസാണ്. രണ്ടും സെയിം പ്രൈസാണ്. സോ ഈ 3 പ്രൊഡക്റ്റും യൂസ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്താ അറിയോ, ഇവരുടെ ANC ആണ്. അതായത് ഈ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടുന്ന മറ്റ് TWS വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ യൂസ് ചെയ്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇതിൻ്റെ ANC കുറച്ചുകൂടി സുപ്പീരിയർ ആയിട്ട് തോന്നുന്നുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി അതിൽ JBLനൊരു എക്സ്ട്രാ എഡ്ജ് ഉണ്ട്. കാരണം ഇത്രയും വർഷമായിട്ട്, ആദ്യം പറഞ്ഞ പോലെ 75 years ആയിട്ട് ഈ ഒരു ഓഡിയോ ഫീൽഡിലുള്ളതുകൊണ്ട് അവർക്ക് പണി അറിയാം. പണി അറിയാവുന്ന ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ 3 പ്രൊഡക്ട്സിനെ കൂടുതൽ ഡീറ്റെയിൽസും പർച്ചേസ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർച്ചയായി ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.